ഹായ് എവരി വൺ. എൻ്റെ ഇന്നത്തെ വീഡിയോ ചോയ്സിനെ കുറിച്ചാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ചോയ്സസ്. നമ്മുടെ ലൈഫിൽ ചോയ്സസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? എന്തിനു പറയുന്നു? ലൈഫ് തന്നെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഓരോരോ ആളുകളുടെയും ചോയ്സാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെയായിരിക്കണം, ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫ് ജീവിച്ച് തീർക്കണം എന്നുള്ളത് ഓരോരോ വ്യക്തിയുടെയും, അതായത് ഓരോരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ ചോയ്സ് അനുസരിച്ചാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയാം, എല്ലാവർക്കും അവരുടെ ചോയ്സിനനുസരിച്ച്, അവരുടെ ചോയ്സസിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എന്തിനേറെ പറയുന്നു, അവരുടെ ഒരു ചോയ്സ് അനുസരിച്ച് അവർക്ക് സ്വന്തമായി ഒരു ഡ്രസ്സ് എടുക്കാൻ വരെ പറ്റണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അത് ആണുങ്ങളാകാം, പെണ്ണുങ്ങളാവാം, അങ്ങനെ ബോയ് ഗേൾ അങ്ങനെ ഡിഫറൻസ് ഇല്ലാതെ പലരും ഉണ്ടാവും. കുട്ടികൾക്ക് വരെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചോയ്സ് ഇല്ല. കാരണം കുട്ടികളുടെ മേൽ അധികം മാതാപിതാക്കളും ഇന്നത് വേണം എന്ന് അടിച്ചേൽപ്പിക്കുക പതിവ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവരവരുടെ ചോയ്സ്, അതായത് തോന്നിയ പോലെ നടക്കാനുള്ള ചോയ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. അവരവരുടെ ലൈഫ് ഇങ്ങനെയായിരിക്കണം. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മുതിർന്ന് കഴിയുമ്പോൾ ഇന്ന കോഴ്സ് എടുക്കണം, അതായത് ഒരു 10 കഴിഞ്ഞ് +2 എടുക്കും, +2 ആകുമ്പോൾ ഇന്ന കോഴ്സ് എടുക്കണം, അതായത് +2 കഴിഞ്ഞ് ഇന്ന കോളേജിൽ ചേരണം എന്നുള്ളതൊക്കെ അവരുടെ ചോയ്സാണ്. പക്ഷേ അധികം മാതാപിതാക്കളും മാതാപിതാക്കളുടെ ചോയ്സ് കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് പതിവ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പീപ്പിൾ ഹാവ് ചോയ്സസ് ഇൻ ദർ ലൈഫ്സ്. അതായത് ഓരോരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ ചോയ്സസ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാലേ ആ ഒരു ജീവിതത്തിന് അവരുടെ ജീവിതത്തിന് ഒരു പവർഫുള്ളും അതുപോലെ ഒരു ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഓരോരോ വ്യക്തിക്കും സെൽഫായിട്ടുള്ള ഒരു ചോയ്സസ് വേണം, അല്ലേ? സെൽഫായിട്ടുള്ള ചോയ്സ് വേണം. മാരേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറേ രക്ഷിതാക്കന്മാർ അവരുടെ ചോയ്സാണ് അവരുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂടെ അവർ രക്ഷിതാക്കളും, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ഇഷ്ടവും കൂടെ നോക്കണം. ഇപ്പോഴത്തെ കാലത്തും ഉണ്ട് കുറേ ആൾക്കാർ അങ്ങനെ, അതായത് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ കണ്ടുപിടിക്കുന്ന ഒരാളെ നല്ല ഒരു അവർക്ക് കംഫർട്ടായി തോന്നുന്ന നല്ല സാമ്പത്തികമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ഗവൺമെൻറ് ജോലിയുണ്ട്. ചിലപ്പോൾ അത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്കോ, ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടിയാണെന്നിരിക്കും, ചിലപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ മാതാപിതാക്കൾ അവരുടെ ഗുണമേന്മകളൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കും. പക്ഷെ നേരെ മറിച്ച് ആഫ്റ്റർ എഫക്റ്റ് ആരാണ് അനുഭവിക്കേണ്ടത്? ആ പെൺകുട്ടിയായിരിക്കും. ഞാൻ പറഞ്ഞു ആദ്യം, ഇത് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇതുപോലെ തിങ്ക് ചെയ്യാം. അപ്പോൾ മാരേജിൻ്റെ കാര്യമാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചോയ്സസ് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ചോയ്സസ് ഉണ്ടെന്ന് വിചാരിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ചോയ്സ് എടുത്തില്ലെങ്കിൽ അവിടെ ഫ്ലോപ്പ് ആവാനും മതി. അതായത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതായത് ഓരോരുത്തർക്കും അവരവരുടെ ചോയ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഉണ്ടാവേണ്ടതെന്നാണ് സെൽഫ് കോൺഫിഡൻസ്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ആയാലും മാരേജ് ആയാലും ബാക്കി എന്തായാലും ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഫസ്റ്റ് അവനവൻ്റെ ചോയ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ സെൽഫായിട്ടൊരു ചോയ്സ് തിരഞ്ഞെടുത്ത് നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ആദ്യമേ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മളൊരു കോൺഫിഡൻ്റ് അല്ലാതെ ഇത് നമ്മുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിലും എടുത്ത് ചാടി പുറപ്പെടാനും പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആദ്യം സെൽഫ് കോൺഫിഡൻസ് വേണം. ഇത് ഇന്നത് എനിക്ക് ശരിയാവും, ഇത് ഇന്നത് ഓക്കെയാണ് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചോയ്സ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ പവർഫുൾ, നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നമ്മളത് സഹായിക്കും. നമ്മുടെ ചോയ്സസ്, അതായത് മറ്റുള്ളവരുടെ ചോയ്സ് അല്ലാതെ നമ്മുടെ ചോയ്സിൽ നമ്മുടെ ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ആദ്യമേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ ആദ്യം നമ്മുടെ ചോയ്സ് കറക്റ്റാണെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ പലരുടെയും കാര്യത്തിൽ, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി പലരും അവരവരുടെ ചോയ്സ് വേണ്ടെന്ന് വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെത്, ഞാനിപ്പോൾ തലക്കിടുന്ന ഒരു ഹെയർ ബാൻഡ്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഹെയർ ബാൻഡ് ഇടുന്നത്. പക്ഷേ പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. പല ആൾക്കാരും പറയും, അയ്യേ കുഞ്ഞു കുട്ടികളെ പോലെ ഹെയർ ബാൻഡ് ഇടുന്നു. ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഹെയർ ബാൻഡ് ഇടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ചിലവർക്ക് ഹെയർ ബാൻഡ് ഇടുന്നത് ഇഷ്ടമല്ലായിരിക്കും, ചിലവർക്ക് മുടി അഴിച്ചിടുന്നതായിരിക്കും. അവരവർക്ക് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തർക്ക് അവരവരുടെ ഹെയർ സ്റ്റൈൽ അനുസരിച്ച് ഇടാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് വേറൊന്നുമല്ല, ഓരോരുത്തർക്കും അവരവരുടെ ചോയ്സ് ഉണ്ടായിരിക്കും. എൻ്റെ ഒരു ചോയ്സാണ് ഹെയർ ബാൻഡ് ഇടുക എന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ് ചോയ്സസ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യം. അതായത് എല്ലാവരുടെ ലൈഫിലും എല്ലാ ജനങ്ങൾക്കും, അതായത് എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ
ലൈഫിൽ അവരവരുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ചോയ്സസ് അവരവരുടെ ചോയ്സസ് എടുക്കുന്നതിന് മുമ്പ് ആ ചോയ്സസ് അവരവരുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് ആ ചോയ്സസ് കറക്റ്റാണ് എന്നതുള്ള അതായത് കറക്റ്റാണ് എന്നത് സ്വയം ബോധ്യപ്പെടുത്തണം. അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. അതായത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരവരുടെ ചോയ്സസ് അവരവരുടെ ലൈഫിൽ നടപ്പാക്കുക അത്യാവശ്യമാണ്. കാരണം വേറെവരുടെ ചോയ്സ് അനുസരിച്ച് ജീവിക്കുന്നത് ഒരു ജീവിതമാണെന്ന് പറയാൻ പറ്റുമോ? ആ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അതായത് അവരവരുടെ ജീവിതം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ ചോയ്സിനനുസരിച്ച് ജീവിച്ച് തീർക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആഗ്രഹം തന്നെയാണ് അല്ലേ. എന്നാൽ ആ ഒരു ജീവിതം പൂർണ്ണമാവും. ആ ഒരു ജീവിതം നല്ല എൻ്റർടൈൻമെൻറ്റോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും ജീവിതം ജീവിച്ച് തീർക്കണമെങ്കിൽ അവരവരുടെ ചോയ്സസ് അവരവരുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ. അതായത് പെട്ടെന്ന് തോന്നിയതാണ് ഇമ്പോർട്ടൻസ് ഓഫ് അവർ ചോയ്സസ്. താങ്ക് യു.